Hi children, here we are discussing how to escape from addiction. Addicted ones need an escape and need counseling and medical help. You know, there are many types of drugs which cause addiction that are opioid, cannabinoid, cocaine, nicotine, and many synthetic drugs. And that drugs, even a single use, can cause addiction. What is addiction? It is a psychological attachment to certain temporary effect of well-being. How this psychological dependence is caused? A single use can be a forerunner to addiction. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം to justify single use can be a forerunner to addiction. ആ കാര്യത്തിന് നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് ഉപയോഗിക്കാം. That is use of drug, single use of drug that increase the tolerance level of receptors. Then that receptors require higher doses for the same effect in the successive uses. That it demands greater intake, more and more drug intake to get the same response. More drug is demanded. Thus, one person become a dependent, lose power of choice, and become a slave to the drug. That is known as addicted. And when affected with certain problems in the physical condition, physiological, psychological, social adjustment problems, because the addiction cause create many effects in these aspects. അത് തിരിച്ചറിയുമ്പോൾ എന്നാ ഇത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു നിൽക്കാം. ദാറ്റ് ഈസ് ഇഫ് വൺ അബ്രപ്റ്റ്ലി പെട്ടെന്ന് discontinued this drug, that may create some problems that are the called withdrawal symptoms. Then what are withdrawal symptoms? When abruptly discontinued, okay, that drug intake, that may create some problems. That problems are called withdrawal symptoms. Which are the problems? Shakiness, shivering, sweating, nausea, anxiety, tiredness, abdominal pain. ഇത് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് എങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റും ഒരു ഡ്രഗ് അഡിക്ഷൻ ആയിട്ടുണ്ട് എന്ന്? ദാറ്റ് ആർ ദ വാർണിംഗ് സൈൻസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ. തന്നെത്താൻ ഒബ്സർവ് ചെയ്താൽ തന്നെ അതറിയാൻ പറ്റും. അൺഎക്സ്പ്ലെയിൻഡ് ആബ്സെൻസ് ഫ്രം സ്കൂൾ, ഡ്രോപ്പ് ഇൻ അക്കാദമിക് പെർഫോമൻസ്, lack of interest in personal hygiene, okay, then isolation, depression, fatigue, then odd aggressive rebellious behavior. സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ പാരൻസ്, ഫ്രണ്ട്സ് എല്ലാം അത് നോട്ട് ചെയ്യും. Then loss of interest in hobbies, change in sleeping and eating habits, fluctuations in weight, a constant craving for the drug. ഡ്രഗ് കിട്ടാതെ ആവുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. അപ്പൊ തന്നെ മനസ്സിലാക്കാം അവരവർക്ക് അഡിക്റ്റഡ് ആവുകയാണ്. ലോസ് പവർ ഓഫ് ഡിസിഷൻ മേക്കിംഗ്, അവിടെ ഡിസിഷൻ മേക്കിംഗ് പവർ ഒക്കെ നഷ്ടമായല്ലോ. ആൻഡ് ഷോയിങ് വിഡ്രോവൽ സിംറ്റംസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സിംറ്റംസ് നിർത്താൻ പെട്ടെന്ന് ശ്രമിക്കുകയാണെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ഒരു ഹെൽപ്പ് ആവശ്യമാണ് എന്ന് സ്വയം തിരിച്ചറിയണം. ബ്രേക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ദീസ് ആർ ദ ഡിഫറെന്റ് വാർണിംഗ് സൈൻസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാർണിംഗ് സൈൻസ് കാണിക്കുന്നത് നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെൽത്തി ബ്രെയിൻ, ഡിസീസ്ഡ് ബ്രെയിൻ, രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്താൽ ഈ ഫ്രോണ്ടൽ ലോബ്, നമ്മൾ പറഞ്ഞു ബ്രെയിനിന്റെ ഫ്രോണ്ടൽ ലോബാണ് ഏറ്റവും നല്ല ഡിസിഷൻസ് എടുക്കുന്നത് അല്ലെ, ഇന്റലിജൻസ്, അനാലിറ്റിക് തിങ്കിങ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഒരു ഡിസീസ്ഡ് കണ്ടീഷനിൽ അഡിക്റ്റഡ് ആയ ഒരാളിന്റെ ഈ തരത്തിലുള്ള ലോജിക്കൽ റീസണിങ് ഒന്നും നടക്കാൻ സാധിക്കില്ല. കൂടുതലും അവിടെ ഇമോഷൻസിനാണ് പ്രാധാന്യം വരുന്നത്, ലോജിക്കൽ തിങ്കിങ്ങിനല്ല. അപ്പോൾ ബിക്കോസ് ഓഫ്
the decreased brain metabolism. അതുകൊണ്ടാണ് ആള് ഒരു സ്ലേവ് ആയി മാറുന്നത് അഡിക്ഷന്റെ. ഇനി വൈ അഡിക്ഷൻ ഈസ് മോർ ഇൻ അഡോളസെൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അഡോളസെൻസിലുള്ള അഡിക്ഷൻ വളരെ സീരിയസ് പ്രോബ്ലം ആണ്. കാരണം അവരുടെ ബ്രെയിൻ ഒരു സ്റ്റിൽ ഇവോൾവിങ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്. അപ്പോൾ അവർക്ക് ബ്രെയിൻ സ്റ്റിൽ ഡെവലപ്പിംഗ് ആയിരിക്കുമ്പോൾ ഡ്രഗ് യൂസ് മേ കോസ് മെനി ഇൽ എഫക്ട്സ് ഓൺ ദ ബ്രെയിൻ. അതുകൊണ്ട് അഡോളസൻ സ്റ്റേജിൽ ഉള്ള അഡിക്ഷൻ വളരെ സീരിയസ് ആയിട്ട് കാണണം എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അഡോളസൻ സ്റ്റേജിൽ ഈ അഡിക്ഷൻ വളരെ കൂടുതൽ ഉണ്ടാവാൻ കാരണം? വൈ അഡിക്ഷൻ ഈസ് മോർ? അത് വരുന്നത് അഡോളസൻസിന്റെ ആ ഫീച്ചേഴ്സ് അറിയണം. വാട്ട് ഈസ് അഡോളസൻസ്? അഡോളസൻസ് ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ്. ചിലപ്പോൾ എക്സാമിന് വാട്ട് ഈസ് അഡോളസൻസ് എന്ന് ചോദിക്കാം. അപ്പൊ ബ്രിഡ്ജ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ്. ഇറ്റ് ഈസ് പീരീഡ് ആൻഡ് പ്രോസസ്, ഒരു സമയവുമാണ്. ആ സമയത്ത് കുറെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് മാർക്ക്ഡ് ബൈ മെനി ഫിസിക്കൽ മെന്റൽ ചേഞ്ചസ്. കുറേയധികം ഫിസിക്കൽ ചേഞ്ചസ് മെന്റൽ ചേഞ്ചസ് ഒക്കെ നടക്കുകയാണ്. ആൻഡ് എ ചൈൽഡ് ബിക്കം മെച്യൂർ ഇൻ ആറ്റിറ്റ്യൂഡ് ഫോർ എഫക്റ്റീവ് പാർട്ടിസിപ്പന്റ് ഇൻ സൊസൈറ്റി. നമുക്കറിയാം ആ ഒരു അഡോളസൻ സ്റ്റേജിൽ 12 to 18 years ആണ്. അപ്പോ ഈ ഒരു കാലത്തൊക്കെ നമ്മളെ എന്താണ് ഒരു അഡൽട്ട് ആയിട്ടും കണക്കാക്കില്ല, ഒരു ചൈൽഡ് ആയിട്ടും കണക്കാക്കില്ല. പാരന്റ്സ് ആയാലും എല്ലാവരും നമ്മളിങ്ങനെ അങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു ഏജില് 12 to 18 വേണ്ട 13, 14, 16 എന്നാണ് പറയാ. അപ്പൊ ആ ഒരു ഏജ് പോയിട്ട് ആ ഒരു കാലഘട്ടത്തിലാണ് കറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, സോഷ്യൽ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഒക്കെ നടക്കേണ്ടത്. അപ്പൊ അവിടെ അത് കറക്റ്റ് ആയിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസിലേക്കൊക്കെ എത്തും. അപ്പൊ ഒരു ചൈൽഡ് മെച്യൂർ ആവുന്ന ഒരു സ്റ്റേജ് ആണ് അഡോളസൻസ്. ഇറ്റ്സ് എ ട്രാൻസിഷൻ പീരീഡ് ആണ് അഡോളസൻസ്. അങ്ങനെയുള്ള ട്രാൻസിഷൻ പീരീഡിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതിന്റെ മാർക്കിംഗ് ഫീച്ചേഴ്സ് എന്താണ്? ക്യൂരിയോസിറ്റി, നീഡ് ഫോർ അഡ്വഞ്ചർ, എക്സൈറ്റ്മെന്റ്, എക്സ്പെരിമെന്റേഷൻ, അങ്ങനെയല്ലേ? അപ്പൊ ഇത് ഓരോന്നും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ സാറ്റിസ്ഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ ഡ്രഗ് യൂസ്, ഇപ്പൊ എല്ലാവരും പോയി അത് ഡ്രഗ് യൂസ് ചെയ്യോ? ഇല്ല. അത് എപ്പോഴാണ്, ആരാണ് അങ്ങനെ ചെയ്യുക? ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എഫക്റ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും ഈ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞ ഒരു ഹാബിറ്റിലേക്ക് എത്തിപ്പെടുക. അല്ലാണ്ട് ഈ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പോയി ഫസ്റ്റ് യൂസിൽ പെടില്ല. അപ്പൊ ആരൊക്കെയാണ് അതിന് സസെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ? അൺസപ്പോർട്ടീവ് ഫാമിലി, സോഷ്യൽ എൻവയോൺമെന്റ്, സ്കൂളില്, ഫാമിലിയില് എല്ലാം വളരെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ആ ഡിസ്കംഫർട്ട് ആയിരിക്കും ആ കുട്ടി. അപ്പോ അവർക്ക് ഒരു റിലീഫ് കിട്ടാനായിട്ട് മറ്റുള്ള ഫ്രണ്ട്സിന്റെ ഒരു പിയർ പ്രഷർ, മറ്റുള്ളവരും ഇതേപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാരും കൂടി ചേരും. ഓക്കെ. പിന്നെ മാത്രമല്ല നമ്മൾ പലപ്പോഴും കാണുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ TV, നെറ്റ്, അങ്ങനത്തെ മീഡിയകളാണ്. അപ്പൊ അവരും കൊടുക്കുന്നതും ഇതേ മെസ്സേജ് ആണ്. പിന്നെ ചിലവർക്ക് ഈ സ്ട്രെസ്സിനൊന്നും എന്താണ് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്ന് മാറാൻ അറിയില്ല. അതൊരു നല്ല മെന്റൽ ഹെൽത്ത് ഇല്ലാത്തവർക്കാണ് അങ്ങനെ വരുന്നത്. പിന്നെ ജനിതകപരമായിട്ടും ചില മെന്റൽ ഇൽനെസ് ഉണ്ടെങ്കിൽ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ, അവർ നേരത്തെ തന്നെ അങ്ങനെയുള്ള ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ ഫസ്റ്റ് യൂസിൽ പെടാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? അഡിക്റ്റീവ് സബ്സ്റ്റൻസ് എഫക്റ്റ് റിവാർഡ് സിസ്റ്റം ഓഫ് ബ്രെയിനിന്റെ ഡോപ്പമൈൻ ചാനൽ ഒന്ന് മൂവ് ചെയ്യും. അപ്പോൾ ആ ബ്രെയിൻ ആ ഒരു സബ്സ്റ്റൻസ് കൊണ്ട് ഒരു പ്ലഷർ അനുഭവിക്കും. അത് ആ ബ്രെയിൻ്റെ റിസപ്റ്റേഴ്സിന്റെ ടോളറൻസ് ലെവൽ കൂട്ടും. അപ്പോ അടുത്ത പ്രാവശ്യം കൂടുതൽ ആവശ്യപ്പെടും. അങ്ങനെ അവര് അഡിക്റ്റഡ് ആയി മാറും. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ അഡോളസൻ സ്റ്റേജ് വളരെ ക്രൂഷ്യൽ സ്റ്റേജ് ആണ്. പക്ഷെ ആ സ്റ്റേജില് എന്താണ് അഡോളസൻ സ്റ്റേജ് എന്ന് പഠിച്ചു. അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഇതാണ്. ഈ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഫസ്റ്റ് യൂസ് ആവണമെന്നില്ല. അതിനെ കൺട്രോൾ ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ സ്ലോലി അഡിക്റ്റഡ് ആയി മാറാം. അങ്ങനെ അഡിക്റ്റഡ് ആയി കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ, ഡ്രഗ് മാത്രമല്ല കേട്ടോ, ആൽക്കഹോളും എബ്യൂസ് കോസ് 2 ടൈപ്പ് എഫക്ട്, ഷോർട്ട് ടേം എഫക്റ്റും ലോങ് ടേം എഫക്റ്റും. 2 തരം എഫക്റ്റ് ആണ് ഇത് നടത്തുന്നത്. അപ്പൊ ഈ എഫക്റ്റ് എന്തുമൊക്കെയാണ് നടത്തുക? ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ സെറ്റപ്പ്.
ഒരു എല്ലാ തരത്തിലും ശാരീരികമായും അതിൻ്റെ ഉള്ളിലത്തെ ഫങ്ഷനൊക്കെ ആയാലും മാനസികപരമായും പിന്നെ സോഷ്യൽ റിലേഷൻഷിപ്പിലായാലും ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും ധാരാളം എഫക്ട്സ് ഉണ്ടാക്കും. അപ്പൊ ആ എഫക്ട്സ് ഒന്ന് നോക്കി നോക്കൂ. ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ എഫക്റ്റ്, സോഷ്യൽ ബിഹേവിയറിലുള്ള എഫക്റ്റ്, അങ്ങനെ കുറേ എഫക്ട്സ് എഴുതിയിട്ടുണ്ട്. എല്ലാ എഫക്ട്സിലും ഏതെങ്കിലുമൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് നോക്കിയിരിക്കണം. അപ്പോൾ ഒന്ന് വെറുതെ നമുക്ക് നോക്കിയാൽ ഡാമേജ് നെർവസ് സിസ്റ്റം അതൊരു ഷോർട്ട് ടേം ആണ്. അപ്പോ അത് ഭാവിയിൽ പിന്നെ എന്താക്കി മാറ്റും, ബ്രെയിൻ ഫെയിലിയറോ കോമ സ്റ്റേജിലേക്കോ ഒക്കെ കൊണ്ടുപോകാം. ലിവർ സെൽ അതിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ടോക്സിൻസ്, അസറ്റാൽഡിഹൈഡ്, ഈ ഡ്രഗ് കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ ഒരു പ്രത്യേകത അത് സ്റ്റൊമക്കിൽ വെച്ച് തന്നെ അബ്സോർബ് ചെയ്ത് ലിവറിൽ കൊണ്ടുപോയി അത് സ്റ്റോർ ചെയ്യും അസറ്റാൽഡിഹൈഡ് ആയിട്ട്. അപ്പൊ ലിവറിലെ സെൽസ് ഡീനേച്ചേർഡ് ആവും. അതിന്റെ സാധാരണ ചെയ്യേണ്ട ഫങ്ഷൻസ് ഒന്നും ചെയ്യാണ്ട് അത് ഇങ്ങനെ ഫാറ്റ് എന്താണ് മെറ്റബോളിസം നടത്താതെ ഫാറ്റ് സ്റ്റോറിങ് ആയി മാറും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് സിറോസിസ്. ഇതൊരു ലോങ് ടേം എഫക്റ്റ് ആണ് സിറോസിസ്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് അല്ല. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട് അതിന് ഡാമേജസ് വരുത്തിയിട്ട് അവിടെ അൾസർ ഉണ്ടാക്കും. അതുപോലെ അഡ്രിനാലിൻ, ഓരോ പ്രാവശ്യവും നമ്മുടെ ഈ ഡോപ്പമൈൻ കൂടാൻ കാരണം അഡ്രിനാലിൻ കൂടിയിട്ടാണ്. അപ്പൊ അഡ്രിനാലിൻ കൂടുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടും, ഹാർട്ട് ബീറ്റ് കൂടും. അതിങ്ങനെ ഫൈനലി ലീഡ് ടു കാർഡിയാക് ഫെയിലിയർ, അപ്പൊ പിന്നെ ഡെത്തിലേക്ക് എത്തും. അതുപോലെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യം എന്താണ്, നമുക്കറിയാം ഡ്രഗ് യൂസേഴ്സ് എപ്പോഴും സിറിഞ്ചും നീഡിലും ഒക്കെ അത്ര കെയർ ഇല്ലാണ്ട് ഉപയോഗിക്കും. അപ്പൊ എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അവരുടെ ഇടയിൽ. അത് മാത്രമല്ല മിക്ക ഡ്രഗ്സിലും കാർസിനോജൻസ് ആണ്, അപ്പോൾ ലീഡിങ് ടു ക്യാൻസർ. ഇനി സോഷ്യൽ ബിഹേവിയറിൽ എന്തൊക്കെയാ ഉണ്ടാവുക, ഒരു ഫൂളിഷ്നെസ് കാണിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ എന്തെങ്കിലും പബ്ലിക് പ്രോപ്പർട്ടീസ് ഒക്കെ നശിപ്പിക്കുക, വയലൻസ്, ഫൈറ്റ്സ് അല്ലെ, എല്ലാവരും തമ്മിൽ അങ്ങനെ ആക്സിഡൻസ്, ലോസ് ഓഫ് ജോബ്, റെഡ്യൂസ്ഡ് ട്രസ്റ്റ്, ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥ, ഇവരെയും ആർക്കും വിശ്വാസമില്ലാണ്ടിരിക്കുക. അപ്പോ സോഷ്യൽ ആക്ഷൻസിൽ നിന്നൊക്കെ ഐസൊലേറ്റഡ് ആവുക. പിന്നെ ഇഷ്ടംപോലെ കടം വരുമ്പോ എന്താ ഉണ്ടാവുക, ക്രൈമും ഒക്കെയായി മാറുക. അതൊക്കെ എഫക്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം ഈ ഡിഫറെന്റ് എഫക്ട്സ് ഒന്ന് നന്നായി പഠിക്കുക. പിന്നെ അതുപോലെ ഡ്രഗ് അഡിക്ഷൻ അഡ്വേഴ്സിലി എഫക്ട് ചെയ്യുന്ന 2 ഗ്രൂപ്പാണ് പ്രഗ്നന്റ് ലേഡീസ് ആൻഡ് സ്പോർട്സ് പേഴ്സൺസ്. പ്രഗ്നന്റ് ലേഡി ആണെങ്കിൽ നമുക്ക് പറയാം അടുത്ത തലമുറയിലേക്ക് വരെ ഫീറ്റസ് അല്ലെ, അത് കഴിഞ്ഞ് ആ ഫീറ്റസ് ഒരു ഗേൾ ചൈൽഡ് ആണെങ്കിൽ 3rd ജനറേഷനിലേക്ക് വരെ അബ്നോർമാലിറ്റീസ് കൊണ്ടുപോകുന്ന ഒന്നാണ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അഡിക്ഷൻ ഇൻ പ്രഗ്നന്റ് ലേഡീസ്. ദെൻ സ്പോർട്സ് പേഴ്സൺസ്, അവരിലും പലതരം അഡിക്റ്റഡ് ഡ്രഗ്സ് ഉണ്ട്, അത് മേക്ക് സർട്ടൺ ഹെൽത്ത് ഹസാർഡ്സ്. നോക്കൂ, നമ്മൾ ഷോർട്ട് ടേം ലോങ് ടേം എഫക്റ്റ് പറഞ്ഞില്ലേ, അത് വെറുതെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടേബിൾ പോലെ റെഡിയാക്കിയതാണ് പഠിക്കാനും എളുപ്പത്തിനായിട്ട്. ഓക്കെ, ദെൻ ഡ്രഗ് അഡിക്ഷൻ എമംഗ് സ്പോർട്സ് പേഴ്സൺസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് മിക്കതും എക്സാമിനും ചോദിക്കാറുണ്ട്. ഡ്രഗ് അഡിക്ഷൻ പേഴ്സൺസ്, സ്പോർട്സ് പേഴ്സൺസ് സാധാരണ മിസ്യൂസ് ചെയ്യും ഡ്രഗ്. എന്തിനാ, അവർക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടാനായിട്ട്. അങ്ങനെയുള്ള ഏതൊക്കെയാ ഡ്രഗ്സ്, നാർക്കോട്ടിക് അനാൽജസിക്സ്, അനബോളിക് സ്റ്റിറോയിഡ്സ്, ഹോർമോൺസ്, മസിൽ ഗ്രോത്തിനൊക്കെ ഉള്ള ഹോർമോൺസ്. അപ്പൊ അനബോളിക് സ്റ്റിറോയിഡ്സ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, അനബോളിക് സ്റ്റിറോയിഡ്സ് എന്നൊക്കെ. അപ്പൊ ഈ സൈഡ് എഫക്ട്സ് ഇതിന്റെ എന്താണ്, മെയിലിലും ഫീമെയിലും കോമൺ ആയിട്ട് ഇത്രയും സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ മെയിലിലും ഫീമെയിലും കോമൺ ആയിട്ടുള്ളതിനെ നന്നായി പഠിച്ചു വെക്കുക. അപ്പൊ പിന്നെ 2 സെക്ഷനിലും മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിലും എഴുതാം, സ്പ്ലിറ്റപ്പ് ആയി ചോദിച്ചാലും എഴുതാലോ. എന്തൊക്കെയോ ഒരു അഗ്രസീവ്നെസ്, ദേഷ്യം, ആ ഒരു ഇത് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക, ആങ്കർ ബിഹേവിയർ, മൂഡ് സ്വിങ്സ്, നമുക്കറിയാലോ മാറി മാറിക്കൊണ്ടിരിക്കുക മനസ്സിന്റെ അവസ്ഥ, ഡിപ്രഷൻ, സ്റ്റണ്ടഡ് ഗ്രോത്ത്, മിക്കവരുടെയും ഗ്രോത്ത് പൂർണ്ണതയിലേക്ക് എത്തില്ല. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതൊരു സ്റ്റണ്ടഡ് ഗ്രോത്ത് കാണിക്കും. അക്നെക്ക് ഒരു കാരണം നമ്മൾ പറഞ്ഞു, അഡ്രിനാലിൻ സെക്രീഷൻ കൂടുമ്പോൾ അത് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടും. അപ്പൊ ഓയിൽ സെക്രീഷൻ കൂടുമ്പോൾ അക്നെ ഉണ്ടാവും. ഓക്കെ, ദെൻ കിഡ്നി ലിവർ ഡിസ്ഫങ്ഷൻ എല്ലാം പഠിക്കാം. ഇനി മെയിലിൽ മാത്രമായിട്ട് എന്താണ്, മെയിലിന്റെ ടെസ്റ്റിക്കിൾസ് മര്യാദയ്ക്ക് സൈസ്ഡ് ആവാതിരിക്കുക, അതുപോലെ സ്പേം പ്രൊഡക്ഷൻ കുറയുക, മെയിലില് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് വരിക, ബാഡ്നെസ് ഉണ്ടാവുക, എൻലാർജ്മെന്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, മെയിലിന്റെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വലുതായി വരിക. അപ്പൊ ഇതെല്ലാം മെയിലിൽ കാണിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ, ഒരു ഫീമെയിലിൽ എന്താണ്, ഫീമെയിലിന് ശരിക്കും വേണ്ടത് ഒരു മെനിസ്ട്രൽ സൈക്കിൾ ആണ്, അത് അബ്നോർമൽ ആവുക.
ഹെയർ ഗ്രോത്ത് ഉണ്ടാവാം ഫേസിലും ശരീരത്തിലും ഒക്കെ. അപ്പൊ ഒരു മസ്കുലിൻ ലുക്ക് വരുമല്ലോ. ദെൻ ഡീപ്പനിങ് ഓഫ് വോയിസ്, ഒരു മെയിലിന്റെ പോലെ ആവാം. പിന്നെ എൻലാർജ്മെന്റ് ഓഫ് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ് നമ്മൾ റിപ്രൊഡക്റ്റീവ് പാർട്ടായിട്ട് നമ്മൾ പഠിച്ചതാണ്. ആ സെക്ഷൻ ഒരു എൻലാർജ്മെന്റ് വരിക, അതായത് കുറെയൊക്കെ മെയിൽ അപ്പിയറൻസിലേക്ക് വരിക എന്നർത്ഥം. അപ്പൊ മെയില് ഫീമെയിൽ ആവുക, ഫീമെയില് മെയിൽ ആവുക. അതാണ് അനബോളിക് സ്റ്റിറോയിഡിന്റെ പ്രധാന സൈഡ് എഫക്ട്സുകൾ. അപ്പൊ നമുക്ക് ഇത്രയും കണ്ടീഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മളിത് ക്യാരി ഓവർ ചെയ്യണ്ട, ഏറ്റവും ബെറ്റർ എന്താ, അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ക്യൂർ ആവാം. ഇപ്പൊ വൺ ടൈം യൂസ് ഇപ്പൊ നടത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ ബെറ്റർ ആയിട്ട് എസ്കേപ്പ് ആവണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യത്തിലാണ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ കുട്ടികളുടെ ഇടയിൽ ഇല്ലാതെ ഇരുത്താൻ ഹെൽപ്പ് ചെയ്യുന്നത്? That is prevention. Which are the preventive measures? Which are the preventive measures? One, avoid undue peer pressure. Peer pressure, peer means that same age group, അല്ലെ, അവരുടെ ഒരു പ്രഷർ, അത് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും? ദാറ്റ് ഈസ് എന്താണ് ദ പ്രഷർ. ഈ സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെ നമുക്ക് അവരുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? അപ്പൊ അതിനുള്ള ഒന്ന്, നർച്ചർ പേഴ്സണാലിറ്റി ഓഫ് ചിൽഡ്രൻ. ഇത് പാരന്റ്സ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സ്കൂളിലായാലും ഓരോ കുട്ടിക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ട കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികളെ നോട്ട് പുഷ് ബിയോണ്ട് ദെയർ ലിമിറ്റ്. അപ്പോ അവർക്ക് അവരുടെ ഒരു ലിമിറ്റേഷനിൽ വെച്ചിട്ട് വേണം അവർക്ക് വലുതാവാൻ. അങ്ങനെ ആ ഒരു പ്രഷർ കൊടുക്കാതിരിക്കുക. പിന്നെ സ്വന്തമായി കുട്ടികൾക്ക് ചെയ്യാവുന്ന എന്താ? പ്രൊവൈഡ് യുവർ ഓൺ പോസിറ്റീവ് പ്രഷർ. മറ്റുള്ളവർ എത്ര നിർബന്ധിച്ചാലും നമ്മളുടെ പോസിറ്റീവ് പ്രഷർ കൊണ്ട് അവരോട് വേണ്ട എന്ന് പറഞ്ഞോണ്ടേ, അവരോട് സ്റ്റോപ്പ് പറയാനുള്ള പോസിറ്റീവ് പ്രഷർ സ്വയം ഉണ്ടാക്കി വെക്കുക. ആൻഡ് ലെറ്റ് ദം നോ ഹൗ ഇറ്റ് മേക്ക് യു ഫീൽ. എത്രയും ഫ്രണ്ട്സ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടാവണില്ല എന്ന് പറയുന്ന ഒരു കാര്യം അവർ നിർബന്ധിക്കില്ല. അപ്പൊ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക, നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കിപ്പിക്കുക. ഓക്കെ, ലെറ്റ് ദം നോ ഹൗ ഇറ്റ് മേക്ക് യു ഫീൽ. ദെൻ നെക്സ്റ്റ് ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. ഇത്രയ്ക്കൊക്കെ എത്തണമെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ കൂടെ കടന്നു പോകണം. അതിനൊരു ചില മെന്റൽ ഹെൽത്ത് ക്ലാസ്സസോ, അതിന്റെ എന്താണ് ടാക്ലിംഗ്, ഹൗ ടു ഫേസ് പ്രോബ്ലംസ്, ഹൗ ടു ടാക്കിൾ പ്രോബ്ലംസ്, ഹൗ ടു ആക്സെപ്റ്റ് ഡിസപ്പോയിന്റ്മെന്റ്സ്. ഇപ്പൊ പൊതുവെ കുട്ടികളിൽ ഇല്ലാത്ത ഒന്നാണ് അല്ലെ, ആൾക്കാരിൽ ഇല്ലാതെ വരുന്നതാണ്. ഒന്നും നോ എന്ന് പറയാനും അറിയില്ല. ഇനി ആരെങ്കിലും നോ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാനും അറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് നേടേണ്ട കാര്യമാണ്. ട്രെയിൻ ദം ടു ആക്സെപ്റ്റ് ഡിസപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ചാനലൈസ് എനർജി ടു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. പല പല കാര്യങ്ങളിലേക്ക് നല്ല എനർജി റിച്ച് ആയിട്ടുള്ള ഒരു പീരീഡാണ് അഡോളസൻസ്. അപ്പൊ ആ എനർജി നന്നായിട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് നമ്മൾ നേടിയെടുക്കണം. ദെൻ സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരന്റ്സ് ആൻഡ് പിയേഴ്സ്. ഫ്രണ്ട്സ് തന്നെ അല്ലെങ്കിൽ പാരന്റ്സ് തന്നെ നമുക്ക് പ്രോപ്പർ അഡ്വൈസ് ആൻഡ് ഗൈഡൻസ് തരും. നല്ല നമ്മളെ ബ്ലെയിം ചെയ്യാത്ത ഒരാൾക്കാരോട് നമുക്ക് നമ്മുടെ ഫീലിങ്സ് തുറന്ന് പറയാം. അങ്ങനെ നമുക്ക് ആ ഫീലിങ്സ് പറയുമ്പോൾ തന്നെ നമ്മളുടെ കുറെ ഡിസപ്പോയിന്റ്മെന്റ്സ് മാറിക്കിട്ടും. ദെൻ ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്. അത് ഫ്രണ്ട്സ് തമ്മിൽ ചെയ്യാവുന്നതാണ്. ഹാവ് ടു ടേക്ക് റെമഡിയൽ സ്റ്റെപ്സ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ഡേഞ്ചർ സിഗ്നൽസ് സൈൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് കാണിക്കുന്നവരെ നമുക്ക് റെമഡിയൽ സ്റ്റെപ്പ് വഴി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നേരത്തെ ഡിറ്റക്ട് ചെയ്താൽ നമുക്ക് ഈസിലി വി ക്യാൻ എസ്കേപ്പ് ദ. ഇനി എന്താണ്? സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. ബാക്കി ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സൈക്കോളജിസ്റ്റ് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് കൺസൾട്ടേഷൻ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് പുറത്തു വരുന്ന ആൾക്കാരെ ഒരു റീഹാബിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യണം. മുൻപൊരിക്കൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ല, ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി എല്ലാവർക്കും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, പ്രൊവൈഡ് വിൽ പവർ ടു ഓവർകം. സാധിക്കുമെന്ന് പറയണം. ആൻഡ് പ്രൊവൈഡ് എ സപ്പോർട്ട് ഫോർ ബെറ്റർ ലൈഫ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, നോക്കൂ, ഇതൊരു ഹെൽത്തി പേഴ്സൺ ആണ്, ഉപയോഗിക്കാത്ത ആളാണ്. പക്ഷെ ആ ഉപയോഗിച്ചിരുന്ന ആളില് വന്നപ്പോ കണ്ടോ, ഒരു മാസം അതിൽ നിന്ന് മാറി നിന്നപ്പോഴേക്കും കുറേശ്ശെ ഇവിടെ നമുക്കൊരു യെലോയിഷ് ഒക്കെ കാണാൻ തുടങ്ങി അല്ലെ. എല്ലാം ഇതുപോലെ ഇരുന്നിരുന്ന് ഒട്ടും ഒരു വെളിച്ചമില്ലാണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ട് ബ്രെയിൻ എന്ന്. ഒരു
വർഷമൊക്കെ പിന്നിട്ടപ്പോഴേക്കും. അപ്പോ അത് ആ ഡ്രഗ്സിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഏത് കണ്ടീഷനിലായാലും ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ അഡിക്ട്സ് ക്യാൻ റിക്കവർ, നോ വൺ ഈസ് ഹോപ്പ്ലെസ്. ആകെ വേണ്ടത് സ്വന്തമായ ഒരു തീരുമാനമാണ്. യൂസിങ് ദ പവർ ഓഫ് അഫർമേഷൻസ് ടു ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ ചിൽഡ്രൻ, enjoy your life. Thank you.